ബസൂക്ക. എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ബസൂക്ക എന്നായിരുന്നില്ല പേരിടേണ്ടത്, ബസ് ഊക്ക് എന്നായിരുന്നു. ബസ് എന്നിട്ടൊരു ഗ്യാപ്പ് ഇട്ട് അവിടെ ഊക്ക്. ഇക്കാനൊരു 2-2.5 മണിക്കൂർ ബസ്സിലിരുത്തി ഡീനോ ഡെന്നീസ് ഊക്കി എന്നുള്ളൊരു രീതിയിൽ ബസൂക്ക് എന്ന് നമുക്ക് പേരിടായിരുന്നു. ഇത് ഇപ്പോൾ ഒരു ഫാൻ ബോയ് സിനിമയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പുള്ളി ഫാൻ ബോയ് ആണ്. പുള്ളി ഒരിക്കലും മമ്മൂക്കയുടെ ഫാൻ ബോയ് ആണെന്ന് തോന്നുന്നില്ല, പുള്ളി ലാലേട്ടൻ്റെ ഫാൻ ബോയ് ആണെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ടാണ് മമ്മൂക്കനെ ഇമാതിരി ഊക്കിയിട്ട് പുള്ളിയുടെ കരിയർ വേഴ്സ്റ്റ് പെർഫോമൻസ് ലെവലിലൊരു സാധനം എടുത്തു വെച്ചത്. ദ സോ കോൾഡ് 20 മിനിറ്റ്സ് ലാസ്റ്റ് എല്ലാവരും പറയുന്നുണ്ട്, അവസാനത്തെ ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ഭയങ്കരമെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞത് എനിക്ക് ചിരി വന്നു, എനിക്ക് സങ്കടം വന്നു. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇത്രയും കാലം കണ്ട മമ്മൂക്കയാണോ ഇത് എന്നൊക്കെ കണ്ടത്. കരിയർ വേഴ്സ്റ്റ് പെർഫോമൻസ് ആണ് മമ്മൂക്കയുടെ കാഴ്ചവെച്ചത്. ആക്ച്വലി ഇതെല്ലാം എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുന്നതാണ്. ദിസ് ഇസ് ക്ലിയർലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഇതേപോലെ നമ്മളെ കൂടെ ഇരിക്കുന്നവരുടെ ഒരു ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാലോ, രോമാഞ്ചമായിരിക്കും, തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പോലും മിണ്ടിയില്ല. എല്ലാവരും ഞെട്ടിപ്പോയി, ഇതെന്തോ ഇയാളീ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഡീനോ ഡെന്നീസ് എനിക്ക് തോന്നുന്നത് പുള്ളി ഇപ്പോഴും സ്റ്റിൽ 90s 2000 ആ എറയിലാണെന്ന് തോന്നുന്നു. കാരണം ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പോലീസിനെതിരെ ഉണ്ടാകുന്ന ഒരു പ്രൊട്ടസ്റ്റിൽ പണ്ടൊക്കെ നമ്മൾ സ്ഥിരമായി കിട്ടുന്ന ഒരു സാധനമാണല്ലേ, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. ആൻഡ് സ്റ്റിൽ ഇൻ ദിസ് മൂവി വി ക്യാൻ സീ ദാറ്റ് സെയിം. അതായത് ഇതിൽ തന്നെ പോലീസ് നീതി പാലിക്കുക, ഒരു അമ്പലത്തിൽ മോഷണം പോയത് പോയി നെക്സ്റ്റ് ഡേ പോലീസ് നീതി പാലിക്കുക എന്ന് പറഞ്ഞ് പക്കാടൊക്കെ പിടിച്ച് വരുന്ന മോബ് ഇങ്ങനെ വന്ന് നിന്ന് പോലീസിനെതിരെ ഇത് ചെയ്യുക, അവരെ മാറ്റി പോലീസ് വരിക, അതൊക്കെ ഒരുപാട് മുമ്പ്. ഓക്കെ, സ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തന്നെ ഈ പോലീസ് നീതി പാലിക്കുക പറഞ്ഞിട്ടുള്ള ഈ സംഭവമൊക്കെ നമ്മൾ എത്ര കാലം മുമ്പ് കണ്ടതാണ്. പിന്നെ വണ്ടി നിർത്താൻ പറയുക, അങ്ങനെ സോർട്ട് ഓഫ് തിങ്സ് ലൈക്ക് ദാറ്റ്. അതുപോലെ അത് മാത്രം ഒരു എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നു. ഒരുപാട് ഡയലോഗ്സിൽ ഭയങ്കര ക്ലീശയാണ്, ഭയങ്കരമായിട്ട് ക്രിഞ്ചാണ്. ഈ മമ്മൂട്ടിനെ കാണുമ്പോൾ എന്തൊരു ഗ്ലാമറാന്നൊക്കെ പറയുമ്പോൾ അയ്യോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പോഴും ഇത് തന്നെ ഇങ്ങനെ ഈ സെയിം സാധനങ്ങൾ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ എനിക്ക് തോന്നിയത് ഇതിപ്പോൾ ഒരു ഫാൻ ബോയ് ആയിട്ട് പുള്ളിക്കിട്ട് പണി കൊടുത്ത രീതിയിലുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ പറയില്ല, ഈ ഒരു ഡയലോഗ്സിൽ ഒരുപാട് സ്പൂൺ ഫീഡിങ് ആണ്, നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം വളരെ സ്പൂൺ ഫീഡിങ് എത്ര കുറക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സ്ക്രിപ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പീപ്പിൾ ലൈക്സ് ദാറ്റ്. ദേ ഡോണ്ട് ലൈക്ക് സ്പൂൺ ഫീഡിങ്. അവർക്ക് എപ്പോഴും അവരുടേതായ രീതിയിൽ ഇമാജിൻ ചെയ്ത് അതിലോട്ട് അവർ കൺക്ലൂഡ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ ആൾക്കാരൊക്കെ ഇഷ്ടം. ഒരു കാര്യം സംഭവിച്ചു എന്ന്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതാണ് ഡയറക്ടർ അല്ലെങ്കിൽ ഇത് തിരക്കഥാകൃത്ത് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഓരോരുത്തരും ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്നത് പല രീതിയിലായിരിക്കും. ആൻഡ് ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. സോ നമ്മൾ ഓക്കെ ഇത് ഇങ്ങനെയാണ് എന്നിങ്ങനെ വീണ്ടും അതിങ്ങനെ പറഞ്ഞ് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ പഴയ പോലെ വീണ്ടും ആ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കണ്ട എന്നുള്ളതാണ് മൈ ഒപ്പീനിയൻ. പിന്നെ ഞാൻ ഇതിനെ ഭയങ്കരമായി പോസിറ്റീവ് കേട്ടൊരു സംഭവം, സെയ്ദ് അബ്ബാസിൻ്റെ BGM ഭയങ്കരമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളി സുശീൽ ഷാമിൻ്റെ ശിഷ്യനാണെന്നോ ആശാനെ കവിച്ചു വെക്കുന്ന ശിഷ്യനാണ് എന്നുള്ള രീതിയിലുള്ളൊരു കമൻറ്റ് ഞാൻ കേട്ടിരുന്നു. നമുക്കൊരു സിനിമ തുടങ്ങുന്ന മുതൽ ഡും 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ BGM-ഉം ചുമ്മാ മ്യൂസിക്കും കേട്ടിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ആ ഒരു സീനിന് ആവശ്യമുള്ള BGM മതിയല്ലോ. നമുക്ക് എന്തിനാണ് ചുമ്മാ ഫുൾ ടൈം ഈ BGM ഇട്ട് നമുക്ക് തലവേദന ഉണ്ടാകുന്നതിനാണ്. അപ്പോൾ ഒരു റിയലി സഫക്കേഷനായിരുന്നു ആ BGM എന്ന് പറയുന്നത്. ഞാൻ ആലോചിക്കുക ഒന്നുകൂടെ ഭയങ്കര സൗണ്ടും അറ്റ്മോസ്ഫിയറൊക്കെ തിയേറ്ററിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെവിയൊക്കെ സ്പീക്കറൊക്കെ അടിച്ചു പോയിട്ടുണ്ടാവും ചിലപ്പം. അതുപോലത്തെ ബാസും ഇതും കേട്ടിട്ടുള്ള BGM-ആണ്. പടത്തിൽ ഉടനീളം ഒരു BGM ഇല്ലാത്തൊരു ഇതേ ഇല്ല, എന്താ പറയുക, ഒറ്റ ഷോട്ടും ഇല്ല, ഒരു സീനും വരുന്നില്ല, എല്ലാത്തിലും ഇങ്ങനെ ബും 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 എന്ന് പറഞ്ഞിട്ടുള്ള BGM. അത് നമുക്കൊരു സീനിനോട് എന്താ പറയുക മാച്ച് ചെയ്ത് നിൽക്കണം അല്ലേ. ഒരു ഫസ്റ്റ് തന്നെ ആ BGM ഇട്ട് ആ ഒരു സീൻ അങ്ങോട്ട് എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സീനിന് വ്യക്തമായിട്ട് അതിന് മുൻപുള്ള സീക്വൻസസ് കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് കണക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ സീൻ നമുക്കൊരു ഇമ്പാക്റ്റും തരുന്നില്ല. ആ BGM അത്രയും ഇമ്പാക്റ്റ് തരില്ല. അപ്പോൾ ഓപ്പണിംഗ് സീൻ തന്നെ ഭയങ്കരമായ BGM തുടങ്ങിയിട്ട് അത് ഇങ്ങനെ ആ BGM കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഈ സ്റ്റോറി ഇട്ടും കണക്റ്റ് ആവുന്നില്ല, BGM ഒരു സൈഡിൽ കൂടെ പോകുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് BGM എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഭീഷ്മപർവ്വത്തിൽ പറയുകയാണെങ്കിൽ ഭീഷ്മപർവ്വത്തിൽ ഏറ്റവും ഒരു ഹെവി BGM ആ പടത്തിൽ വരുന്നത് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ഫാക്ടറി വെച്ചുള്ള ഫൈറ്റിലാണ്. ആ ഫൈറ്റ് ആകുമ്പോഴേക്കും നമ്മളെ മൈക്കിളപ്പനും ടീമിനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു, ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തു.
ആ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു ഫൈറ്റിന് വരുമ്പോൾ ആ ബീജം ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര കണക്റ്റ് ആവുകയും ചെയ്യും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ നമുക്ക് രോമാഞ്ചം ഈ പറഞ്ഞ സംഭവം നമ്മളൊരു ഹൈ മൊമെൻറ്റിലേക്ക് കൊണ്ടുപോകണേ. പക്ഷേ ഇതൊട്ടും കണക്റ്റ് ആവാതെ ചുമ്മാ ബീജം ഇട്ട് കയറ്റിയിട്ട് ആ സീൻ എലിവേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മീൻസ് അത് സ്ക്രിപ്റ്റ് വൈസ് ജനങ്ങളിലേക്ക് കണക്റ്റ് ആവണം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് കണക്റ്റഡ്, ദർ ഈസ് നോ ഇമ്പാക്റ്റ് ഇൻ യുവർ BGM ആക്ച്വലി. സോ അതായിരുന്നു അവിടെ ബീജത്തിന് സംഭവിച്ചത്. ആൻഡ് സംഹൗ ഐ തിങ്ക് ഈ BGM ആണോ നമ്മുടെ ഈ കഥയിൽ നിന്നുള്ള ഈ ഒരു കണക്ഷൻ നമ്മളെ വിട്ടു കളയുന്നതെന്ന് നമുക്ക് തോന്നിപ്പോൾ. നമ്മൾ കഥയിൽ ഫോക്കസ് ചെയ്യാതെ ഈ BGMലോട്ട്, ഈ സീൻസിൽ ഫോക്കസ് ചെയ്യാതെ BGMലോട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഒരു പക്ഷേ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതും ആ ഒരു ഇതിനെ പറ്റിയിട്ടുണ്ട്. കാസ്റ്റിംഗ് വളരെ മോശമായിരുന്നു. മേ ബി ഓക്കെ GVM മമ്മൂക്കയും ഓക്കെ, അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കാസ്റ്റിങ്ങും നമുക്കത് ഭയങ്കര പൂറായിട്ട് വന്നത്. ഹക്കീം ഷാ ഒന്നും അത്ര നല്ലൊരു കാസ്റ്റിംഗ് ആയി തോന്നിയില്ല. ഓക്കെ, ബട്ട് സിമ്രാൻ്റെ അനിയൻ നല്ലൊരു കാസ്റ്റിംഗ് ആയിരുന്നു. ബട്ട് ഈ പുള്ളിക്കൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ആ ബസ്, ഈ ഊക്ക് നടക്കുന്ന ബസ്സിൽ കുറേ ജ്യോതിറും അവൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് മീനാക്ഷി ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ബസ്സിൽ ഇരുന്നിട്ട്. ഓക്കെ, സം കോമഡീസൊക്കെ കേൾക്കുന്നുണ്ട്, ചെറിയ ചിരിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ രോമാഞ്ചത്തിലെ 2 പിള്ളേരുണ്ട്, ഡ്രൈവറും ക്ലീനറുമായിട്ട് ഈ ബസ്സിൻ്റെ. ഓക്കെ, അങ്ങനെയൊക്കെ പോകുന്നു. അതാണ് കാസ്റ്റിംഗ് അത്ര നന്നായി തോന്നുന്നില്ല. ഈ പടം ഏറ്റവും കൂടുതൽ നമ്മളെ പിന്നിലോട്ട് വലിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വളരെ മോശമാണ്. ഇത് ഒട്ടും നമ്മളത് കണക്റ്റ് ആവണില്ല, നമുക്ക് പ്രേക്ഷകർ കണക്റ്റ് ആവണില്ല. ഇത് തുടക്കം മുതൽ അവസാനം വരെ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരൊറ്റ ഇതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇമോഷണലി ഒട്ടും ഈ സിനിമ കണക്റ്റ് ആവണില്ല. അതിൻ്റെ തിരക്കഥയുടെ പ്രശ്നം മാത്രമാണ്. കഥ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റോറിയുണ്ട്. ഇതിനെ നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറിയായിരുന്നു. നന്നായി ഇത് ഒന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയായിരുന്നു. നമ്മൾ മലയാളത്തിൽ ഇന്നേ വരെ കാണാത്തൊരു കൈൻഡ് ഓഫ് സാധനമായിരുന്നു. പക്ഷേ ആ സ്ക്രീൻ പ്ലേയുടെ മിസ്റ്റേക്ക് കൊണ്ട് സ്ക്രീൻ പ്ലേ ഒരു സെറ്റാവാത്തതുകൊണ്ട് ഈ സീൻസൊക്കെ സ്കാറ്റേഡ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പെട്ടെന്ന് കണക്ഷൻ വിട്ടു പോകുന്നുണ്ട്. ഭയങ്കര സ്കാറ്റേഡ് സീൻസാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി അതർ ഫാക്ടേഴ്സ് ലൈക്ക് BGM, പിന്നെ ഓവറോൾ പെർഫോമൻസും ഇതെല്ലാം കൂടി നമുക്ക് ഒട്ടും കൊണ്ട് കണക്റ്റ് ആവാത്ത രീതിയിലായിപ്പോയി. ഡയറക്ഷനിലോട്ട് വരികയാണെങ്കിൽ പുള്ളിക്ക് ഒരു കാര്യമാണ്, പുള്ളിക്ക് ഫ്രെയിംസ് സെറ്റ് ചെയ്യാനറിയാം. എങ്ങനെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യണം എന്നുള്ളത് പുള്ളിക്കറിയാം. പക്ഷെ അതിലൊരു ആക്ടേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യണം, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ബാക്കിൽ നിൽക്കുന്ന ആൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സീൻ എങ്ങനെ ടോട്ടലി എടുക്കണം എന്നുള്ള അറിയില്ല. പുള്ളിക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അതിന് ഒരു പക്ഷേ എനിക്ക് നിമിഷ് രവിയാണ് ഇതിൻ്റെ DOP എന്ന് പറയുന്നത്. നിമിഷ് രവിയുടെ കഴിവാണോ അതോ പുള്ളിയാണോ ആ ഒരു ഇത് ഫ്രെയിം സെറ്റ് ചെയ്തുള്ളത് എനിക്കറിയില്ല. ആ ഫ്രെയിം സെറ്റിങ് അടിപൊളിയാണ് പുള്ളിയുടെ. വേറെ ഒരു ഡയറക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ പുള്ളി അത്ര ഒരു പോരാ. കാരണം പെർഫെക്ഷൻ ആവുന്നതില്ല. ഒരു പല സീനുകളിലും പല ആക്ടേഴ്സും ഇനിയും അവരെ കൊണ്ട് ഒന്നുകൂടെ അത് കുറച്ചുകൂടി നന്നാക്കി എടുക്കാമായിരുന്നു ആ സീന് എന്ന് നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ബട്ട് കമ്മിങ് ടു ദി ഫ്രെയിംസ്, ഞാൻ പറഞ്ഞ പോലെ ഫ്രെയിംസ് എല്ലാം മച്ച് ബെറ്റർ ആയിരുന്നു. പിന്നെ ഇതിലാകെ ഒരു ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ക്യാമറ ആണ്. സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ടാണ്. നമുക്കറിയാം നിമിഷ് രവിയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. നിമിഷ് രവി ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ പുള്ളിയൊക്കെ അതിൻ്റെ ഒരു ഈ ലെവലൊക്കെ പിടിക്കാൻ പറ്റിയ ഒരാളാണ് നിമിഷ് രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളിയായിരുന്നു. പിന്നെ ഇതിലാണെങ്കിൽ സ്ലോ മോഷൻ. ഈ സ്ലോ മോഷൻ ഒന്ന് കട്ട് ചെയ്ത് കിട്ടായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് സിനിമയുടെ ഡ്രിമ്മായി പോകാൻ. ഒറ്റ സ്ലോ മോഷനാണ്. എഡിറ്റിംഗ് നിഷാദ് യൂസഫാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല നിഷാദ് യൂസഫ് ആയിരിക്കുന്നു. പുള്ളി മരണപ്പെട്ടതിന് ശേഷമാണ് തോന്നുന്നു ബാക്കിയുള്ള സീൻസൊക്കെ എഡിറ്റ് ചെയ്തുള്ളത് തോന്നുന്നു. കാരണം അതിൻ്റെ ഒരു ഇത് മുഴച്ച് നിൽക്കുന്നുണ്ട്. നിഷാദ് യൂസഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നില്ലെങ്കിൽ ഈ എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കില്ല. ചില സീനൊക്കെ ടപ്പ് എന്ന് പറഞ്ഞിട്ട് കട്ടായി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് അവരവിടെ സീൻ അവിടെ നിന്ന് ട്രിപ്പ് ചെയ്ത് കളഞ്ഞതാണോ അതോ ഈ സ്ക്രിപ്റ്റുള്ള കാരണം കൊണ്ടാണോ അതോ എഡിറ്ററിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. ചില കട്ട്സൊക്കെ ഭയങ്കര ഒരു പെട്ടെന്ന് കട്ട്സ് വരുന്ന പോലെ തോന്നുന്നുണ്ട്. GVM നന്നായിട്ടുണ്ടായിരുന്നു. GVM ആസ് യൂഷ്വൽ പുള്ളിയായിട്ട് തന്നെ അഭിനയിച്ചു. പുള്ളിയുടെ രീതിയിൽ മസിൽ പിടിച്ച് നല്ല ഒരു ക്ലാസ് ഇട്ടിട്ടുള്ള പുള്ളിയുടെ ഒരു അഭിനയമുണ്ട്. ആ അഭിനയം പുള്ളി കാഴ്ചവെച്ചു. പിന്നെ മമ്മൂക്ക അടുത്തോട്ട് വരികയാണെങ്കിൽ മമ്മൂക്കാനെ കുറേ ഒരു ഫോട്ടോഷൂട്ട് നടത്തി. പല കോസ്റ്റ്യൂം ഒട്ടും ഒരു സീനിനോട് യോജിക്കാത്ത രീതിയിലുള്ള ഇതാണ് പുള്ളിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഹക്കീം ഷാ മമ്മൂട്ടിനെ ബ്രോ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ലൈക്ക്
അത് ഓരോ വട്ടം ബ്രോ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ് അത് ബ്രോ എന്ന് വിളിക്കുന്നത്? മമ്മൂക്ക ഒക്കെ പുള്ളി കാഴ്ചയിൽ പ്രായം കുറവുണ്ടെങ്കിൽ പോലും നമുക്കറിയാം പുള്ളിയുടെ പ്രായം എന്താണെന്നുള്ളത്, ഹക്കീം ഷോയുടെ പ്രായം എന്താണെന്ന് നമുക്കറിയാം. സോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സീരിയസ്ലി അത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഹക്കീം ഷോ മമ്മൂട്ടിനെ കയറി ബ്രോ ബ്രോ എന്ന് വിളിക്കുന്നത്. അവിടുന്ന് അതും ഒന്നതല്ല, എല്ലാ ഡയലോഗ് പറയുമ്പോൾ ബ്രോ 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും സാറെന്നോ അല്ലെങ്കിൽ പുള്ളിയുടെ പേര് കൂട്ടിച്ചേട്ടാന്നൊക്കെ എന്തെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. അത് ഹക്കീം ഷോ ഒരു ടക്കിയാണ്, ഒരു ന്യൂജൻ ആയതുകൊണ്ട് അത് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ബ്രോ ആഡ് ചെയ്തത്. അത് പക്ഷേ ഭയങ്കര ബോറായിരുന്നു. ഈ സിനിമയെ പറ്റി ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു റീസെൻ്റ്ലി കണ്ട മമ്മൂട്ടിയുടെ ഒരു അൺസാറ്റിസ്ഫൈഡ് മൂവി വിത്ത് പത്തറ്റിക് എന്താ പറയുക ഒരു പെർഫോമൻസ് ബൈ മമ്മൂക്ക. അത്രയും ആലമ്പായിട്ടൊന്നും ഒരു പോസ്റ്റ് കോവിഡിൽ മമ്മൂട്ടി ഇത്രയും ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മോശം സ്ക്രീൻ പ്ലേ, സഫക്കേറ്റഡ് BGM ആൻഡ് amateur making with some of good technical things like DOP and all. അതാണ് ഓവറായിട്ട് ഈ ബസൂക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്.